ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കേഡർ. ഇന്ന് നമ്മൾ 2026 ഇതുവരെ നടന്ന എല്ലാ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും പരിചയപ്പെടാം. ഇത് വരാൻ പോകുന്ന PSC, UPSC എല്ലാ എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 2026 നൃത്യ കലാനിധി പുരസ്കാരത്തിന് അർഹയായത് ഊർമിള സത്യനാരായണൻ. ഭരതനാട്യം കലാകാരിയാണ് ഊർമിള സത്യനാരായണൻ. ക്വസ്റ്റ്യൻ നമ്പർ 2, 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് തിരുവിഴ ജയശങ്കർ. നാദസ്വരം കലാകാരനാണ് തിരുവിഴ ജയശങ്കർ. ക്വസ്റ്റ്യൻ നമ്പർ 3, കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി സിദ്ധരാമയ്യയാണ്. കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിലിരുന്ന വ്യക്തി. 4, 2026 അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ വെയർ ദി ഫോറസ്റ്റ് മീറ്റ്സ് ദി സീ എന്ന ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ ചലച്ചിത്രം ഭ്രമയുഗം. ക്വസ്റ്റ്യൻ നമ്പർ 5, 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാൽ. അദ്ദേഹത്തിൻ്റെ കൃതി ഉൾക്കഥ. ക്വസ്റ്റ്യൻ നമ്പർ 6, മേഘാലയയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആൻസർ ജസ്റ്റിസ് രേവതി മൊഹിതെ ദേരെ. ക്വസ്റ്റ്യൻ നമ്പർ 7, കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആറളമാണ് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി. ക്വസ്റ്റ്യൻ നമ്പർ 8, അടുത്തിടെ ഗ്രോക്കിന് വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങൾ മലേഷ്യ, ഇന്തോനേഷ്യ. ഗ്രോക്കിന് വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങളാണ് മലേഷ്യ, ഇന്തോനേഷ്യ. ക്വസ്റ്റ്യൻ നമ്പർ 9, 2026 ജനുവരിയിൽ മെറ്റയുടെ പ്രസിഡന്റും വൈസ് ചെയർമാനുമായി നിയമിതനായത് ഡിന പവൽ മക്കോർമിക്. ക്വസ്റ്റ്യൻ നമ്പർ 10, ദ ഔട്ട്സൈഡർ എ മെമ്മോയർ ഓഫ് മിസ്ഫിസ്റ്റ് ബുക്ക് എഴുതിയത് വീർദാസ്. ക്വസ്റ്റ്യൻ നമ്പർ 11, അടുത്തിടെ അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ നിയമിതനായ താലിബാൻ നയതന്ത്ര പ്രതിനിധി മുഫ്തി നൂർ അഹമ്മദ് നൂർ. ക്വസ്റ്റ്യൻ നമ്പർ 12, ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഭൂമിയിലേക്ക് മടങ്ങുന്ന ബഹിരാകാശ ദൗത്യം സ്പേസ് എക്സ് ക്രൂ 11. ക്വസ്റ്റ്യൻ നമ്പർ 13, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് S ഹരീഷ് ആണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 18ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത്. ക്വസ്റ്റ്യൻ നമ്പർ 14, 2026 ടൈലർ പ്രൈസ് നേടിയ ശാസ്ത്രജ്ഞ ടോബി കിയേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 15, വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് പ്രശസ്തമായ വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16, 2026 പുറത്തുവിട്ട നീതി ആയോഗിൻ്റെ ദ എക്സ്പോർട്ട് പ്രിപ്പയർഡ്നെസ് ഇൻഡെക്സ് 2024 വലിയ സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയത് മഹാരാഷ്ട്ര. ക്വസ്റ്റ്യൻ നമ്പർ 17, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരമെന്ന നേട്ടം തുടർച്ചയായ 3ാം വർഷവും സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്വസ്റ്റ്യൻ നമ്പർ 18, ഓസ്ട്രേലിയൻ ഓപ്പണിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരം വീനസ് വില്യംസ്. അമേരിക്കൻ താരമാണ് ഈ വീനസ് വില്യംസ്. ക്വസ്റ്റ്യൻ നമ്പർ 19, 2025-26 അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ കിരീടം നേടിയത് കണ്ണൂർ. ക്വസ്റ്റ്യൻ നമ്പർ 20, സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 13ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത് TV ചന്ദ്രൻ. ക്വസ്റ്റ്യൻ നമ്പർ 21, WPL 50 വിക്കറ്റുകൾ നേടിയ ആദ്യ താരം അമേലിയ കെർ. ക്വസ്റ്റ്യൻ നമ്പർ 22, WPL 1000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം ഹർമൻ പ്രീത് കൗർ. 23, വിജയ് ഹസാരെ ട്രോഫി 2025-26 ജേതാക്കളായത് വിദർഭ. 24, 2026 ജനുവരിയിൽ 2ാം ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയാകുന്നത് ന്യൂഡൽഹി. ക്വസ്റ്റ്യൻ നമ്പർ 25, അടുത്തിടെ നാസയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വംശജനായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്. സുനിത വില്യംസ് ഇന്ത്യൻ വംശജനാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26, 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹനായത് ഗ്രാസ മൈക്കൽ. 27, 2026 ജനുവരിയിൽ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായി നിയമിതനായത് ഡോക്ടർ P. രവീന്ദ്രൻ.
ക്വസ്റ്റ്യൻ നമ്പർ 28. റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFന്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യ വനിതാ ഉദ്യോഗസ്ഥ സിമ്രാൻ ബാല. ക്വസ്റ്റ്യൻ നമ്പർ 29. അന്താരാഷ്ട്ര വനിതാ ബാഡ്മിൻ്റൺ സിംഗിൾസിൽ 500 വിജയം പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം PV സിന്ധു. ക്വസ്റ്റ്യൻ നമ്പർ 30. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ 6000 റൺസ് തികച്ച ആദ്യ കേരള താരം സച്ചിൻ ബേബി. 31. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകയായി നിയമിതയായത് അമേലിയ വാൽവെർദെ. ക്വസ്റ്റ്യൻ നമ്പർ 32. സംസ്ഥാനത്തെ യുവതി യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി കണക്ട് ടു വർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 33. പ്രഥമ ഷാഫി മെമ്മോറിയൽ പുരസ്കാരത്തിന് അർഹനായത് ജിതിൻ കെ ജോസ്. 34. കുട്ടികളുടെ മാനസിക സുസ്ഥിതിക്കും പഠന പുരോഗതിക്കുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി സ്നേഹം. ക്വസ്റ്റ്യൻ നമ്പർ 35. 2026 ജനുവരിയിൽ കാട്ടുതീ പടർന്ന പാൻഗോലാഗ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം സിക്കിം. പാൻഗോലാഗ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 36. ക്യാൻസർ നേരത്തെ കണ്ടെത്തുന്നതിനും രോഗനിർണയത്തിനുമായി അടുത്തിടെ ഗുജറാത്ത് രൂപകൽപ്പന ചെയ്ത ക്യാൻസർ സ്ക്രീനിംഗ് മൊബൈൽ യൂണിറ്റ് ആശാവാൻ. 37. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം നാറ്റ് സ്കീവർ ബ്രണ്ട്. 38. ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മത്സരങ്ങളിൽ 400 വിജയങ്ങൾ നേടുന്ന ആദ്യ താരം നൊവാക് ജോക്കോവിച്ച്. 39. 2026 ജനുവരിയിൽ വിമാനാപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ. 40. രാഷ്ട്രപതി ഭവനിൽ ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറി ഗ്രന്ഥ കുടീർ. 41. 2025 മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് അരുന്ധതി റോയ്. 42. 79ാമത് ബാഫ്റ്റ പുരസ്കാരത്തിൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മണിപ്പൂരി ചിത്രം ബൂങ്. 43. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ അധീനതയിൽ മൈനോപോസ് അഥവാ ആർത്തവ വിരാമം ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 44. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനിടെ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹാരാഷ്ട്ര. 45. അടുത്തിടെ ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ചേമ്പിനം ജാമുനി ചേമ്പ്. നമുക്കറിയാം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. 46. അടുത്തിടെ ഗിഗ് വർക്കർ വെൽഫെയർ ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ച സംസ്ഥാനം കർണാടക. ഏത്? ഗിഗ് വർക്കർ വെൽഫെയർ ഡെവലപ്മെന്റ് ബോർഡ്, കർണാടക. അടുത്ത മാർച്ച് മാസത്തെ കറണ്ട് അഫയേഴ്സാണ്. 2026 ജനുവരിയിൽ റാംസർ സൈറ്റിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശങ്ങൾ: പട്ന പക്ഷി സങ്കേതം ഉത്തർപ്രദേശ്, ചിദണ്ഡ് ഗുജറാത്ത്. 2. മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി സുനേത്ര പവാർ. ക്വസ്റ്റ്യൻ നമ്പർ 3. 2026 ക്രാഫോർഡ് പ്രൈസ് ജേതാവ് വീരഭദ്രൻ രാമനാഥൻ. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ അൺബിക്കമിങ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കാർത്തികേയ ബാജ്പേയി. ഏതാണ് ബുക്ക്? ദ അൺബിക്കമിങ് എന്ന പുസ്തകം രചിച്ചത് കാർത്തികേയ ബാജ്പേയി. ക്വസ്റ്റ്യൻ നമ്പർ 5. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയത് ജനറൽ മനോജ് മുകുന്ദ് നരവനെ. മനോജ് മുകുന്ദ് നരവനെയുടെ ബുക്കാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 6. ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വിമാനത്താവളമാകുന്നത് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം. ക്വസ്റ്റ്യൻ നമ്പർ 7. അടുത്തിടെ കുടുംബശ്രീ മിഷൻ ആരംഭിച്ച ടേക്ക് എവേ കൗണ്ടറുകൾ മീറ്റ് പോയിന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 8. അടുത്തിടെ ഉണ്ടായ PSLV പരാജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ VSSC സന്ദർശിച്ചത് അജിത് ഡോവൽ. ക്വസ്റ്റ്യൻ നമ്പർ 9. മൃഗസംരക്ഷണ മേഖലയിൽ തൊഴിലെടുക്കുന്ന വനിതാ കർഷകരുടെ ഉപജീവന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്യാമ്പയിൻ ജീവനം. 10. ഫോബ്സ് റിപ്പോർട്ട് 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ 1ാം സ്ഥാനത്തുള്ളത് ഉർസുല വോൺ ഡർ ലയൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. പോർച്ചുഗലിൻ്റെ പുതിയ പ്രസിഡന്റ് അന്റോണിയോ ജോസ് സെഗുറോ.
ക്വസ്റ്റ്യൻ നമ്പർ 12. 2026 25 വർഷം പൂർത്തിയാക്കിയ മലയാള കവിത. കന്നഡ. 13. പ്രഥമ കേരള ഇൻ്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിൻ്റെ വേദി തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 14. കേരളത്തിൽ ആദ്യമായി കാഴ്ചാ വൈകല്യമുള്ള വനിതാ ജഡ്ജിയാകാൻ പോകുന്ന വ്യക്തി. താന്യ നാഥൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 15. മലയാള വാർത്താ മാധ്യമ ചരിത്രത്തിലെ ആദ്യ വനിതാ ചീഫ് എഡിറ്ററായി ചുമതലയെടുത്ത മാധ്യമപ്രവർത്തക. സുജയ പാർവതി. ക്വസ്റ്റ്യൻ നമ്പർ 16. 2026 കേരള കാളിദാസ കേരളവർമ്മ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് KS രതീഷ്. ക്വസ്റ്റ്യൻ നമ്പർ 17. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകപ്പെട്ട 4ാമത്തെ സ്പീക്കർ ഓം ബിർള. ക്വസ്റ്റ്യൻ നമ്പർ 18. ഇന്ത്യൻ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപം. പാവക്കഥകളി. ക്വസ്റ്റ്യൻ നമ്പർ 19. 2026 ഫെബ്രുവരിയിൽ ഗിഫ്റ്റ് സിറ്റി ചെയർമാനായി നിയമിതനായത് ഉദക് കൊട്ടക്. ക്വസ്റ്റ്യൻ നമ്പർ 20. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി അസമിൽ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. ക്വസ്റ്റ്യൻ നമ്പർ 21. രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ ട്വിൻ ട്യൂബ് റോഡ് കം റെയിൽ ടണൽ പദ്ധതി നിലവിൽ വരുന്ന നദി ബ്രഹ്മപുത്ര. എന്താണ് രാജ്യത്തെ ആദ്യത്തെ അണ്ടർ വാട്ടർ ട്വിൻ ട്യൂബ് റോഡ് കം റെയിൽ ടണൽ പദ്ധതി നിലവിൽ വരുന്ന നദി ബ്രഹ്മപുത്ര. ക്വസ്റ്റ്യൻ നമ്പർ 22. ലിറ്റിൽ കെറ്റ്സ് IT ക്ലബ്ബുകളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI പരിശീലനം നൽകുന്ന പദ്ധതി. സർവം AI മയം. ക്വസ്റ്റ്യൻ നമ്പർ 23. സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വിഷൻ 0 എന്ന ലക്ഷ്യം കൈവരിക്കാനായി തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി. KCF. 24. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിൽ ഛേത്രി. ഗോൾ സ്കോറർ സുനിൽ ഛേത്രി. ക്വസ്റ്റ്യൻ നമ്പർ 25. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ക്ലബിൻ്റെ മുഴുവൻ സമയ മുഖ്യ പരിശീലകനാകുന്ന ആദ്യ മലയാളി. TG പുരുഷോത്തമൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. കായലിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം. പെരുമ്പളം പാലം. 27. 2026 ബാഫ്റ്റ അവാർഡ് വേദിയിൽ അവതാരകയാകുന്ന ബോളിവുഡ് നടി ആലിയ ഭട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 28. ഗസയിലെ കുട്ടികൾ എന്ന ബുക്ക് എഴുതിയത് T പത്മനാഭൻ. ഗസയിലെ കുട്ടികൾ T പത്മനാഭൻ. ക്വസ്റ്റ്യൻ നമ്പർ 29. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ K-സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ, അതായത് 2026 ജനുവരി വരെ, ജില്ലകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല മലപ്പുറം. 30. രാജ്യത്തെ ആദ്യത്തെ ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത് ഏഴുകോൺ. ക്വസ്റ്റ്യൻ നമ്പർ 31. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം. ഏത് പദ്ധതിയാണ്? ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം തിരുവനന്തപുരം വിമാനത്താവളം. 32. അടുത്തിടെ കേരളത്തിൽ സ്ഥാപിതമായ കാഴ്ചാ പരിമിത സൗഹൃദ മ്യൂസിയം നില ഹെറിറ്റേജ് മ്യൂസിയം പൊന്നാനി. 33. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനായി രൂപീകരിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായത് ഡോക്ടർ VP ജോയ്. ക്വസ്റ്റ്യൻ നമ്പർ 34. BVR സുബ്രഹ്മണ്യത്തിൻ്റെ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് നീതി ആയോഗിൻ്റെ ഇടക്കാല CEO ആയി അധിക ചുമതല നൽകപ്പെട്ടത് നിധി ഛിബ്ബർ. ക്വസ്റ്റ്യൻ നമ്പർ 35. സ്പീക്കർ ഓഫ് ദി നെസെറ്റ് മെഡൽ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏത് ബഹുമതിയാണ്? സ്പീക്കർ ഓഫ് ദി നെസെറ്റ് മെഡൽ ബഹുമതി നരേന്ദ്രമോദിക്കാണ് ആദ്യമായി ലഭിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 36. നെതർലാൻഡിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി റോബ് ജെറ്റർ. 37. തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ദേശീയ വട്ടമേശ സമ്മേളനം 2026 വേദി ന്യൂഡൽഹിയാണ്. ഇനി ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം പടഹാരം പാലം. ഇരുനില പാലമാണ് പടഹാരം പാലം. ക്വസ്റ്റ്യൻ നമ്പർ 2. സംസ്ഥാനത്ത് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം. ക്വസ്റ്റ്യൻ നമ്പർ 3. കുഷ്ഠരോഗം ഇല്ലാതാക്കിയതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ രാജ്യം ചിലി.
ക്വസ്റ്റ്യൻ നമ്പർ 4, 2026 പുരുഷ T20 ലോകകപ്പ് 10th എഡിഷനാണ്. അതിലെ ജേതാക്കൾ ഇന്ത്യ. ക്വസ്റ്റ്യൻ നമ്പർ 5, 2026 മാർച്ചിൽ ഇറാനിൻ്റെ പരമോന്നത നേതാവായി നിയമിതനായത് മുജ്തബ ഖമനേയി. ക്വസ്റ്റ്യൻ നമ്പർ 6, സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നടത്തിയ സമഗ്ര പക്ഷി സർവേയിൽ രേഖപ്പെടുത്തിയ പക്ഷി ഇനങ്ങൾ 192 ഇനം. 7, ഇന്ത്യയിൽ പ്രവർത്തനക്ഷമമായ ഒരു ആണവ നിലയത്തിൻ്റെ മേധാവിയാകുന്ന ആദ്യത്തെ വനിത RK നാച്ചമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 8, ഇന്ത്യൻ ബൈസൺ ഫെസ്റ്റിൻ്റെ 2ാം പതിപ്പിൻ്റെ വേദി ഡിബ്രുഗഡ് വന്യജീവി സങ്കേതം. ക്വസ്റ്റ്യൻ നമ്പർ 9, 2026 ഗുരു ഗോപിനാഥ് നാട്യ പുരസ്കാരത്തിന് അർഹരായത് VP ധനഞ്ജയൻ, ശാന്ത ധനഞ്ജയൻ. ക്വസ്റ്റ്യൻ നമ്പർ 10, പുതിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതയാകുന്നത് KG സനൽകുമാർ. ക്വസ്റ്റ്യൻ നമ്പർ 11, KSRTCയുടെ സ്ഥിരം ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് പ്രമോദ് ശങ്കർ. ക്വസ്റ്റ്യൻ നമ്പർ 12, നേപ്പാളിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ബാലേന്ദ്ര ഷാ. ക്വസ്റ്റ്യൻ നമ്പർ 13, ഡോക്ടർ KJ യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാകുന്നത് ഭാരത് ഭവൻ, തൈക്കാട്. ക്വസ്റ്റ്യൻ നമ്പർ 14, 2026 നീതി ആയോഗ് പുറത്തുവിട്ട 2023-24 ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷ. ക്വസ്റ്റ്യൻ നമ്പർ 15, 2026 മാർച്ചിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം വാൻ അലൻ പ്രോബ് A. ക്വസ്റ്റ്യൻ നമ്പർ 16, ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള ഉത്തരവിലൂടെ നിഷ്ക്രിയ ദയാവാദത്തിന് വിധേയമാകുന്ന ആദ്യ വ്യക്തി ഹരീഷ് റാണ. ക്വസ്റ്റ്യൻ നമ്പർ 17, 2026 കുമാരനാശാൻ ദേശീയ കവി പുരസ്കാരത്തിന് അർഹനായത് സീതാകാന്ത മഹാപാത്ര. 18, 6ാമത് അക്ഷര പുരസ്കാരത്തിന് അർഹനായത് UK കുമാരൻ. 19, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി നിയമിതനാകുന്നത് VP സാനു. ക്വസ്റ്റ്യൻ നമ്പർ 20, അടുത്തിടെ കൊച്ചി മുസിരിസ് ബിനാലെയുടെ പുതിയ പ്രസിഡന്റായി നിയമിതനായത് ജിതീഷ് കല്ലാട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 21, 2026 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായത് ഏഴാച്ചേരി രാമചന്ദ്രൻ. 23, വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായത്തിൻ്റെ പുതുക്കിയ തുക 14 ലക്ഷം രൂപ. ക്വസ്റ്റ്യൻ നമ്പർ 23, ലോകത്തിലെ ആദ്യ ഓട്ടോണമസ് മാരിടൈം ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സിസ്റ്റംസ് സെൻറ്റർ നിലവിൽ വരുന്നത് ജുവലദിന്നെ മത്സ്യബന്ധന തുറമുഖം. ഏതാണ്? ജുവലദിന്നെ മത്സ്യബന്ധന തുറമുഖം. ക്വസ്റ്റ്യൻ നമ്പർ 24, മൗറീഷ്യസിൻ്റെ 58ാമത് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനാ കപ്പൽ INS ശ്രീകാന്ത്. ക്വസ്റ്റ്യൻ നമ്പർ 25, 2025 60th ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് R വൈരമുത്തു. ക്വസ്റ്റ്യൻ നമ്പർ 26, പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ LPGയുമായി ഹോർമുസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പലുകൾ സിവാലിക്, നന്ദാദേവി. ഏതാണ്? പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ LPGയുമായി ഹോർമുസ് കടലിടുക്ക് കടന്ന ഇന്ത്യൻ കപ്പലുകൾ സിവാലിക്, നന്ദാദേവി. ക്വസ്റ്റ്യൻ നമ്പർ 27, ഇന്ത്യയുടെ 94ാമത് ഗ്രാൻഡ് മാസ്റ്റർ മായങ്ക് ചക്രവർത്തി. ക്വസ്റ്റ്യൻ നമ്പർ 28, ലിവിംഗ് തമിഴ് അവാർഡ് എന്ന സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചത് ജയമോഹൻ. 29, മാതംഗലീല എന്ന നോവലിൻ്റെ രചയിതാവ് സന്തോഷ് എച്ചിക്കാനം. ക്വസ്റ്റ്യൻ നമ്പർ 30, സിവോക് റാങ്പോ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ സിക്കിം, പശ്ചിമ ബംഗാൾ. സിവോക് റാങ്പോ റെയിൽവേ ലൈൻ ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ എന്നത് സിക്കിം, പശ്ചിമ ബംഗാൾ എന്നിവയാണ്. 31, സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായി നിയമിതനായത് KS ഹംസ. ക്വസ്റ്റ്യൻ നമ്പർ 32, ആരവല്ലി മലനിരകളെ നിർവചിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച 10 അംഗ ഉന്നതാധികാര വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ കാഞ്ചൻ ദേവി. ക്വസ്റ്റ്യൻ നമ്പർ 33, 2026 മാർച്ചിൽ ബാഴ്സലോണയുടെ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ജോൺ ലപ്പോർട്ട. 34, 2026 വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായത് രാകേഷ് ശർമ്മ. ക്വസ്റ്റ്യൻ നമ്പർ 35, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതമായ
നെവാഡോ ഒജോസ് ഡെൽ സലാഡോ കീഴടക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിത അർപ്പിത ബത്ര. ക്വസ്റ്റ്യൻ നമ്പർ 36. 2026 മാർച്ചിൽ ഇറാൻ്റെ പുതിയ സുരക്ഷാ മേധാവിയായി നിയമിതയായത് മുഹമ്മദ് ബാക്കർ സൊൽഖദർ. 37. 2026 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം പാകിസ്ഥാൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഹാർട്ട് ഫെയിലിയർ രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനം ഹോപ്പ്. 39. യൂണിഫോം സിവിൽ കോഡ് അംഗീകരിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. ക്വസ്റ്റ്യൻ നമ്പർ 40. 2026 സ്റ്റോക്ക്ഹോം വാട്ടർ പ്രൈസ് പുരസ്കാരം നേടിയത് കവേ മദാനി. ക്വസ്റ്റ്യൻ നമ്പർ 41. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഒരു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ ഭരണത്തലവനായ വ്യക്തി നരേന്ദ്രമോദി. ക്വസ്റ്റ്യൻ നമ്പർ 42. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തയ്യാറാക്കിയ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇ-വിദ്യ. 43. പുതിയ ആദായനികുതി നിയമത്തെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിൻ പ്രാരംഭ് 2026. ഇനി ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷാ നടത്തിപ്പിൽ സുരക്ഷയും സുതാര്യതയും കൃത്യതയും വർദ്ധിപ്പിക്കുന്നതിന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ QR കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മൊബൈൽ ആപ്പ് കൈറ്റ് ക്യൂ ട്രാക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 2. നവോത്ഥാന മുന്നേറ്റത്തിന് അടിത്തറയിട്ടുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യ വൈകുണ്ഠസ്വാമി ശിലാസ്ഥാപനം നിർവഹിച്ചത് തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ മൈക്രോൺ ടെക്നോളജിയുടെ സെമി കണ്ടക്ടർ അസംബ്ലി ടെസ്റ്റ് ആൻഡ് പാക്കേജിംഗ് അതായത് ATMP യൂണിറ്റ് നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് സാനന്ദ് ഗുജറാത്ത്. 4. 2026 മൊബൈൽ വേൾഡ് കോൺഗ്രസിന് വേദിയാകുന്നത് ബാഴ്സലോണ സ്പെയിൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. ആഫ്രിക്കൻ രാജ്യമായ ബോട്സ്വാനയിൽ നിന്ന് 9 ചീറ്റകളെ മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിൽ എത്തിച്ചതോടെ ഇന്ത്യയിലുള്ള ആകെ ചീറ്റകളുടെ എണ്ണം 48. ക്വസ്റ്റ്യൻ നമ്പർ 6. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ്റെ ഇടക്കാല ഭരണത്തിനുള്ള പരമോന്നത സമിതിയിലെ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അലി റേസ അറഫി. ക്വസ്റ്റ്യൻ നമ്പർ 7. 2026 നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ USA, മെക്സിക്കോ, കാനഡ. ക്വസ്റ്റ്യൻ നമ്പർ 8. ഇറ്റലിയിലെ മിലാനിലും കോർട്ടിനയിലുമായി നടന്ന 2026 വിൻ്റർ ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ 1-ാമത് എത്തിയ രാജ്യം നോർവേ. ക്വസ്റ്റ്യൻ നമ്പർ 9. ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് വിക്ഷേപണം നടന്ന യൂറോപ്പിൻ്റെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റ് എന്നറിയപ്പെടുന്നത് ഏരിയൻ 64. ക്വസ്റ്റ്യൻ നമ്പർ 10. എല്ലാ ബുധനാഴ്ചയും വാഹന നിരോധന ദിനമായി ഉത്തരവിറക്കിയ പ്രദേശം ലക്ഷദ്വീപ്. ക്വസ്റ്റ്യൻ നമ്പർ 11. കുട്ടികളിലെ കാഴ്ചക്കുറവ് പരിഹരിക്കാൻ കുറഞ്ഞ നിരക്കിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിന് കൊല്ലം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ദൃഷ്ടി പദ്ധതി ആരംഭിച്ച ജില്ല കൊല്ലം ജില്ല. ക്വസ്റ്റ്യൻ നമ്പർ 12. കേരളത്തിലെ എല്ലാ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും മലയാളം ഉപയോഗിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന മലയാള ഭാഷാ ബിൽ 2025 അംഗീകാരം നൽകിയത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2026 മാർച്ച് 4 അതുണ്ടായത്. ക്വസ്റ്റ്യൻ നമ്പർ 13. 2026 മാർച്ചിൽ അന്തരിച്ച മതേതര ദേശീയതയുടെ അമരക്കാരനും കറപുരളാത്ത സോഷ്യലിസ്റ്റും മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ വ്യക്തി KP ഉണ്ണികൃഷ്ണൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അതായത് 3 കോടി സബ്സ്ക്രൈബേഴ്സ് തികക്കുന്ന ലോക നേതാവ് നരേന്ദ്രമോദി. 15. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അഥവാ ഗെയിൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് ദീപക് ഗുപ്ത. ഗെയിലിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് ദീപക് ഗുപ്ത. ക്വസ്റ്റ്യൻ നമ്പർ 16. നാവികസേനയ്ക്ക് കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രഹരിക്കാനുള്ള ഷിൽ ഹ്രസ്വദൂര മിസൈൽ ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് വാങ്ങാൻ ഒരുങ്ങുന്നത്? റഷ്യ. എന്താണ് ക്വസ്റ്റ്യൻ? നാവികസേനയ്ക്ക് കരയിൽ നിന്ന് ആകാശത്തിലേക്ക് പ്രഹരിക്കാനുള്ള ഷിൽ ഹ്രസ്വദൂര മിസൈൽ ഇന്ത്യ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്.
ക്വസ്റ്റ്യൻ നമ്പർ 17. 2026 നെതർലാൻഡിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് റോബ് ജെറ്റൻ. ക്വസ്റ്റ്യൻ നമ്പർ 18. 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ ഔദ്യോഗിക പന്ത് ട്രയോണ്ട. 19. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ ബാറ്റർമാരിൽ ഒന്നാമത് എത്തിയത് സ്മൃതി മന്ദാന, ഇന്ത്യയുടെ താരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 20. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് വടകര. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് വടകര. 21. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനും തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്താനും ലക്ഷ്യമിട്ട് മലപ്പുറം ജില്ലയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സൈഹണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 22. കിഫ്ബിയുടെ ധനസഹായത്തോടെ സ്ഥാപിക്കുന്ന കേരള ജിനോം ഡാറ്റാ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 23. ഉൾക്കടലിൽ ഉള്ള മീൻപിടുത്തം യാനങ്ങളിലെ തൊഴിലാളികൾക്ക് കരയിലേക്കും തിരിച്ചും ആശയവിനിമയം സാധ്യമാക്കുകയും മുന്നറിയിപ്പുകൾ ലഭ്യമാക്കുകയും ചെയ്യുന്നതിനായി ഫിഷറീസ് വകുപ്പ് ഒരുക്കിയ സംവിധാനം നഭ്മിത്ര. ക്വസ്റ്റ്യൻ നമ്പർ 24. 2026 മാർച്ചിൽ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും നയതന്ത്രജ്ഞനും രാജ്യസഭാംഗവുമായിരുന്ന വ്യക്തി HK ദുവ. 25. അടുത്തിടെ ഏത് സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനത്തു നിന്നും രാജിവെച്ച വ്യക്തിയാണ് ഡോക്ടർ CV ആനന്ദബോസ്, പശ്ചിമ ബംഗാൾ. ക്വസ്റ്റ്യൻ നമ്പർ 26. മദ്രാസ് ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുശ്രുത് അരവിന്ദ് ധർമാധികാരി. ക്വസ്റ്റ്യൻ നമ്പർ 27. ഇന്ത്യ ഏത് രാജ്യവുമായാണ് AI ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാങ്കേതികവിദ്യയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും 6G മൊബൈൽ നെറ്റ്വർക്ക് സജ്ജമാക്കുന്നതിനുമുള്ള കരാറിൽ ഒപ്പുവെച്ചത്? ഫിൻലാൻഡ്. 28. ഇന്ത്യൻ സമുദ്രത്തിൽ US മുങ്ങിക്കപ്പൽ നടത്തിയ ടോർപിഡോ ആക്രമണത്തിൽ ശ്രീലങ്കൻ തീരത്ത് മുങ്ങിയ ഇറാൻ നാവികസേനയുടെ മൾട്ടി റോൾ ഗൈഡഡ് മിസൈൽ വിഭാഗത്തിൽപ്പെട്ട യുദ്ധക്കപ്പൽ IRIS ദേന. ക്വസ്റ്റ്യൻ നമ്പർ 29. ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരവ് ഡെംക്ല. 30. 2026 മാർച്ചിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 31. 2026 മാർച്ചിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം കർണാടക. 13 വയസ്സിൽ ആന്ധ്രാപ്രദേശും 16 വയസ്സിൽ കർണാടകയുമാണ് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തിയത്. ക്വസ്റ്റ്യൻ നമ്പർ 32. ഇന്ത്യയിലെ ആദ്യ റിംഗ് മെട്രോ നിലവിൽ വന്നത് ഡൽഹി മെട്രോയുടെ പിങ്ക് ലെയർ. 33. 2027 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പുറത്തിറക്കിയ ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ പ്രഗതി സ്ത്രീയും ആൻഡ് വികാസ് പുരുഷൻ. 34. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത നിലവിൽ വരുന്നത് കോഴിക്കോട് ടു വയനാട്. എവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത നിലവിൽ വരുന്നത്? കോഴിക്കോട് ടു വയനാട്. ക്വസ്റ്റ്യൻ നമ്പർ 35. കാശ്മീരിലെ ഷേർ-ഇ-കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച ഗോതമ്പ് ഇനങ്ങൾ? ഷാലിമാർ ഗോതമ്പ് 4, SW4, ഷാലിമാർ ഗോതമ്പ് 3, അതായത് SW3. 36ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു T20 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരം? സഞ്ജു സാംസൺ. 37. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇറാനിൻ്റെ ഏത് യുദ്ധക്കപ്പലിനാണ് കൊച്ചിയിൽ അഭയം നൽകിയത്? IRIS ലാവൻ. 38. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൻ്റെ പുതിയ ഔദ്യോഗിക നാമം? അബുരാജ്. രാജസ്ഥാനിലെ മൗണ്ട് അബുവിൻ്റെ പുതിയ ഔദ്യോഗിക നാമമാണ് അബുരാജ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. 2026 മാർച്ചിൽ നടക്കുന്ന ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം? ഛത്തീസ്ഗഡ്. 40. 2026 മാർച്ചിൽ ഏത് സംസ്ഥാനത്ത് നിന്നാണ് GI ടാഗ് ചെയ്ത കർബി ആംഗ്ലോങ് ഇഞ്ചി ആദ്യമായി ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്തത്? അസം. 41. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനുകളിൽ ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്നുവെന്ന സൂചനയെ തുടർന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ RPF നടപ്പാക്കിയ സംയുക്ത പരിശോധന? ഓപ്പറേഷൻ നാർക്കോസ്. 42. കാൽസ്യം കുറവ് പരിഹരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന പോഷക ഔഷധങ്ങൾ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ഗവേഷണ കേന്ദ്രം?
സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രോസ്യൂട്ടിക്കൽസ് തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 43. 2026 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരനും ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും ആയിരുന്ന വ്യക്തി. പ്രൊഫസർ KN പണിക്കർ. 44. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 പ്രകാരം തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന AI അധിഷ്ഠിത റോബോട്ടിക് സംവിധാനം G-സ്പൈഡർ. ക്വസ്റ്റ്യൻ നമ്പർ 45. ടൂറിസം ഭൂപടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അധികൃതർ ലക്ഷ്യമിടുന്ന തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന 800 അടി ഉയരമുള്ള പാറ തമ്പുരാട്ടിപ്പാറ. ക്വസ്റ്റ്യൻ നമ്പർ 46. ടോയ്ലറ്റ്, പാൻട്രി എന്നീ സൗകര്യമുള്ള KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസിൻ്റെ ആദ്യ സർവീസ് ആരംഭിക്കുന്നത് കൊച്ചി ടു തിരുവനന്തപുരം. ക്വസ്റ്റ്യൻ നമ്പർ 47. വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ചുവട് 2026. ക്വസ്റ്റ്യൻ നമ്പർ 47. വിദ്യാർത്ഥികളെ മികച്ച പൗരന്മാരാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ചുവട് 2026. 48. വനിതാ ജീവനക്കാരെ ജോലിസ്ഥലത്ത് ലൈംഗിക പീഡനം റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നതിനായി 2026 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്പ് ഷൈൻ. 49. 2026 മാർച്ചിൽ കൊച്ചി നഗരത്തിലെ കലാ സാംസ്കാരിക ക്യൂറേറ്ററായി നിയമിതനായത് കൃഷ്ണമാചാരി. ക്വസ്റ്റ്യൻ നമ്പർ 50. ഇന്ത്യൻ കൊമേഴ്സ് ഭീമനായ ഫ്ലിപ്കാർട്ടിൻ്റെ പുതിയ ആസ്ഥാനം ഇന്ത്യ. 51. ഉദംകുടി സൂപ്പർ ക്രിട്ടിക്കൽ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. തമിഴ്നാട്ടിലെ താപവൈദ്യുത നിലയമാണ് ഉദംകുടി സൂപ്പർ ക്രിട്ടിക്കൽ താപവൈദ്യുത നിലയം. 52. വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ. 53. കോസ്റ്റ് ഗാർഡിൻ്റെ 50ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇന്ത്യയെ ചുറ്റി സഞ്ചരിച്ച് വിഴിഞ്ഞത്തെത്തിയ പായ്ക്കപ്പൽ അന്താര. 54. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് US ബോംബിട്ട ഇറാൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന ദ്വീപ് ഗാർഗ് ദ്വീപ്. ഇറാൻ്റെ കിരീടത്തിലെ രത്നം എന്നറിയപ്പെടുന്ന ദ്വീപ് ഗാർഗ് ദ്വീപ്. 55. നഗരപ്രദേശങ്ങളിലുടനീളം വായുവിൻ്റെ ഗുണനിലവാരവും തടാകങ്ങളുടെ ഗുണനിലവാരവും നിരീക്ഷിക്കുന്നതിനായി ലേക്ക് ആൻഡ് എയർ വാച്ച് സംരംഭം ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. 56. 2026 ഇന്ത്യയിൽ മൺസൂൺ മഴ സാധാരണത്തിലേതിനേക്കാൾ കുറയുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം എൽനിനോ. എൽനിനോ പ്രതിഭാസം മൂലമാണ് ഇന്ത്യയിൽ മൺസൂൺ മഴ സാധാരണത്തിലേതിനേക്കാൾ കുറവായത്. ക്വസ്റ്റ്യൻ നമ്പർ 57. 2026 മാർച്ചിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് തിരിച്ചിറങ്ങിയ നാസയുടെ പേടകം വാൻ അലൻ പ്രോബ് A. 58. 2026 പുറത്തുവിട്ട വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 1ാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 59. 2026 മാർച്ചിൽ അന്തരിച്ച ദൃശ്യഭാഷയിൽ നവോന്മേഷം നിറച്ച പ്രശസ്ത ഛായാഗ്രാഹകൻ ജെല്ലി ഇറാനി. ക്വസ്റ്റ്യൻ നമ്പർ 60. ഇറാൻ ആക്രമിച്ച ലിറ്റിൽ ഇന്ത്യ എന്ന വിളിപ്പേരുള്ള ഇസ്രായേലിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ആണവ നിലയം ഡിമോണ. ഇസ്രായേലിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ആണവ നിലയം ഡിമോണ. ക്വസ്റ്റ്യൻ നമ്പർ 61. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2026 ഫെബ്രുവരിയിലെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ താരം അരുന്ധതി റെഡ്ഡി. 62. കോമൺവെൽത്ത് ഗെയിംസിന് യോഗ്യത നേടിയ മലയാളി നീന്തൽ താരം സജൻ പ്രകാശ്. ഇത് കറണ്ട് അഫയേഴ്സ് പറഞ്ഞാൽ മത്സര പരീക്ഷ ഏതാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം ഒരു പോയിൻ്റ് പോലും വിട്ടുപോകാതെ എല്ലാ പോയിൻറ്റും കവർ ചെയ്ത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.